ഗുരുവായൂരിൽ പലിശക്കുരുക്കിൽപ്പെട്ട 50-കാരി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് തീ കൊളുത്തി മരിച്ചു. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഒരു വർഷം മുൻപ് ജുമൈല പ്രദേശവാസിയായ സ്ത്രീയിൽ നിന്നും പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകി. എന്നാൽ 2 മാസമായി പലിശ നൽകാനായിരുന്നില്ല. ഇതോടെ ഇവർ വീട്ടിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ജുമൈല ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പലിശയായി അടയ്ക്കാനുള്ള പണം തന്റെ കയ്യിലില്ലെന്നും ആധാരം പണയപ്പെടുത്തി പണം നൽകാനുള്ള ശ്രമം നടത്തുന്നതായും ജുമൈല ഇവരെ അറിയിച്ചിരുന്നു. എന്നാൽ പലിശ ഇനത്തിൽ ലഭിക്കാനുള്ള തുക നൽകണമെന്നതായിരുന്നു ഇവരുടെ അന്ത്യശാസനം. താൻ സഹോദരനുമായി വരുമെന്ന് പറഞ്ഞാണ് അവർ മടങ്ങിയതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടെ മാനസികമായി തളർന്ന ജുമൈല വ്യാഴാഴ്ച പുലർച്ചെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി മരിക്കുകയായിരുന്നു. മക്കളായ ഷിനാസും അനസുമാണ് വീട്ടിലുണ്ടായിരുന്നത്. നേരം പുലർന്നതോടെ വീട്ടിൽ ഉമ്മയെ കാണാത്തതിനെ തുടർന്ന് ഷിനാസ് ഫോണിൽ വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ മുറിയിലിരുന്ന് ബെല്ലടിച്ചതോടെ ഷിനാസ് ഉമ്മയെ തെരഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് പുറകിലെ പറമ്പിൽ ജുമൈലയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉമ്മ തീ കുളിച്ച് മരണപ്പെട്ട് മരണത്തിന്റെ കാരണം അഭിദാൻ എന്നുള്ളൊരു വ്യക്തിയുടെ പേരും ഇതും ഡീറ്റെയിലൊക്കെ എഴുതിച്ചിട്ടാണ് ഉമ്മ മരിച്ചത്. അവര് നിരന്തരം വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഉമ്മാനെ ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഉമ്മ അത് ഞങ്ങളോട് പറയാറില്ല. ചെറുപ്പം മുതൽ ഉപ്പല്ലാണ്ട് ഉമ്മയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഉമ്മ അങ്ങനെ ഒരു പൈസ എടുത്തുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതിന്റെ അടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കുറച്ച് കാലമായിട്ട് ഞങ്ങളെ കൊടുക്കാറില്ല. അതിന് ഉമ്മനെ നിരന്തരം വിളിക്കുകയും ഫോണിൽ കൂടെ വിളിക്കുകയും വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും റോഡിന്റെ സൈഡിൽ കണ്ട ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. വിവരമറിഞ്ഞ ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം തൈക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. പലിശ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഭീഷണി മൂലമാണ് തന്റെ മാതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നും ഉമ്മയുടെ മരണത്തിൽ പോലീസ് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും മകൻ ഷിനാസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.